ഹായ് ഓൾ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ, അതായത് മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഈ ലെസൺ ആണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈസി ഇംഗ്ലീഷിൽ 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെയും ലെസൺസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, പിന്നെ 10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. മേക്കിംഗ് എ മാംഗോ പിക്കിൾ. പിക്കിൾ എന്ന് പറഞ്ഞാൽ അച്ചാർ. അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുക, അതാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ് എന്ന് പറയുന്ന ഒരു ബംഗാളി റൈറ്ററാണ്. പക്ഷെ വലിയ പേരാണ്. ഈ ബംഗാളി റൈറ്റർ ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത് ഇവരുടെ ഒരു നോവലിലൂടെയാണ്. ആ നോവലിൻ്റെ പേര് പദർ പാഞ്ചാലി എന്നാണ്. ഈ നോവൽ ഇതേ പേരിൽ തന്നെ സിനിമയാക്കിയിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പദർ പാഞ്ചാലി എന്ന് പറയുന്ന ആ നോവലിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിക്കുന്ന ഈ ഒരു കഥ. അപ്പോൾ അദ്ദേഹം ഒരു ടീച്ചറാണ്, അതുപോലെ തന്നെ റൈറ്ററൊക്കെയാണ്. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന നോക്കൂ, പ്രിപ്പയറിങ് മാംഗോ പിക്കിൾ. മാംഗോ പിക്കിൾ, അത് മാങ്ങച്ചാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ഓൾവേസ്. എല്ലായ്പ്പോഴും അതൊരു എളുപ്പമുള്ള പണിയല്ല മാങ്ങച്ചാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ബട്ട് ഡസ് ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ്? പക്ഷെ അത് പ്രോബ്ലംസ് ഉണ്ടാക്കുമോ ഇൻ വൺസ് ലൈഫ്, ഒരാളുടെ ജീവിതത്തിൽ? ലെറ്റ്സ് ഗോ ത്രൂ ദിസ് സ്റ്റോറി. നമുക്ക് ഈ കഥ ഒന്ന് വായിച്ച് നോക്കാം. ഗോ ത്രൂ എന്നാൽ ഒരു ഫ്രേസൽ വെബാണ്. അതിൻ്റെ മീനിങ് റീഡ് എന്നാണ്. പഠിച്ചോളൂ, പലപ്പോഴും എക്സാമിന് വരാറുണ്ട്, ഹയർ ക്ലാസ്സിലൊക്കെ. ഓക്കെ, ഗോ ത്രൂ, റീഡ്. മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന ഈ സ്റ്റോറി നമുക്കൊന്ന് പഠിക്കാം. പക്ഷെ അതിന് മുൻപായിട്ട് വളരെ ഷോർട്ടായിട്ട് ഇതെന്താണ് ഇത് കഥയിൽ പറഞ്ഞ് ഒന്നൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ 2 കേന്ദ്ര കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് ഒരു ബോയ്, ഒരു ചെറിയ കുട്ടിയാണ്. അവൻ്റെ പേര് അപ്പു. അപ്പുവിനൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ദുർഗ. ദുർഗയ്ക്ക് ഏകദേശം 11 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും അമ്മയാണ് സർബോജയ. അപ്പോൾ അതൊരു ബംഗാളി പേരാണ്, നമ്മൾക്ക് അത്രയും കേട്ട് പരിചയമുള്ളൊരു പേരല്ല, അതാണ് അത്തരത്തിലുള്ള പേരൊക്കെ. അപ്പോൾ സർബോജയ എന്ന് പറയുന്ന ഈ സ്ത്രീ, ഇവരുടെ അമ്മ, രാവിലെ തന്നെ അലക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോയിട്ടുണ്ട്. ഈ സമയത്ത് ദുർഗ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, ചേച്ചിയാണല്ലോ, ഇവൾ വീട്ടിൽ നിന്ന് പുറത്ത് കുറച്ച് അകലെയായിട്ട് എന്താണ് മാങ്ങ ഒക്കെ താഴെ വീഴും. ആ സമയത്ത് മാങ്ങ പെറുക്കാൻ പോയിട്ടുണ്ട്. ചെറിയ മാങ്ങകൾ കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ അതിന് അനുവദിക്കില്ലല്ലോ. അപ്പോൾ അമ്മ വരുന്ന മുമ്പ് തന്നെ ഈ മാങ്ങ കൊണ്ടുവന്നിട്ട് ഇവർ 2 പേരും, അനിയനും ജ്യേഷ്ഠത്തെയും കൂടിയിട്ട് എന്താണ് മാങ്ങ അച്ചാർ. ശരിക്കും മാങ്ങ അച്ചാറല്ല, നമ്മൾ ഈ മലബാർ റീജിയനിൽ മാങ്ങ ഉപ്പുരുമ്പ എന്നൊക്കെ പറയില്ലേ, അതാണ്. അതായത് മാങ്ങ ചെറുതായിട്ട് പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളകും അതുപോലെ തന്നെ അതിലേക്ക് അല്പം എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കില്ലേ, അതാണ്. അതുണ്ടാക്കുന്ന തിരക്കിലാണ് ഇവർ. പക്ഷേ അമ്മ വരുന്ന മുമ്പ് ഇത് ഉണ്ടാക്കി കഴിക്കണം. അമ്മ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം പുറത്ത് പോയതിനെക്കുറിച്ച് അമ്മ ഒരുപാട് ചോദിക്കും, ചിലപ്പോൾ അടിച്ചെന്നൊക്കെ വരും. അപ്പോൾ ഇവർ പെട്ടെന്ന് വന്ന് വളരെ ധൃതിപ്പെട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അമ്മ അവിടെ വരികയും തുടർന്ന് അവരല്പം അന്താളിപ്പിലാവുകയും ചെയ്യാണ്. ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് കഥ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. മേക്കിംഗ് എ മാംഗോ പിക്കിൾ, മാങ്ങച്ചാർ ഉണ്ടാക്കുന്നത്. ഇറ്റ് വാസ് 8 or 9 in the morning. 8 മണി അല്ലെങ്കിൽ 9 മണി ഒക്കെ ആയിട്ടുണ്ടാവും സമയം. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. അപ്പു എന്താ പറഞ്ഞത്? ഹരിഹർസ് സൺ. ഇവിടെ അപ്പു ആണ് ഹരിഹറിൻ്റെ സൺ. വാസ് പ്ലേയിങ് ബൈ ഹിംസെൽഫ്, അവൻ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ഓപ്പൺ വെരാന്ത ഓപ്പൺ വെരാന്തയാണ് അവർക്കുള്ളത്. അവിടെ എങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുക, ഓഫ് ദെയർ ഹൗസ്, അവരുടെ വീടിൻ്റെ. ആ സമയത്ത് വെൻ ദുർഗ കോൾഡ് ഔട്ട് സഡൻലി ഫ്രം ബിഹൈൻഡ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ, ഒരു പ്ലാവുണ്ട്, ആ പ്ലാവിൻ്റെ പിന്നിൽ നിന്ന് ദുർഗ, അതായത് അപ്പുവിൻ്റെ ചേച്ചി, ഇവനെ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇൻ ദെയർ കോർട്ട്യാർഡ്, ആ പ്ലാവ് എവിടെയുള്ളത്? അവരുടെ മുറ്റത്ത്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. അപ്പു എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഷീ ഹാഡ് ജസ്റ്റ് മെയ്ഡ് ആൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടൽ. ആഫ്റ്റർ ഹാവിങ് ബീൻ അവേ ഫ്രം ഹോം ഓൾ മോർണിംഗ്, രാവിലെ തൊട്ട് ഇതുവരെ അവൾ വീട്ടിൽ നിന്ന് പുറത്തായിരുന്നു. അപ്പോൾ അമ്മ അലക്കാൻ പോകുന്ന സമയത്ത് തന്നെ എന്താണ് ഇവളും പുറത്ത് പോയതാണ് മാങ്ങ പറിക്കാനല്ല, താഴെ കിടക്കുന്ന മാങ്ങ എടുത്തു കൊണ്ടുവരാൻ. അപ്പോൾ ഇപ്പോഴാണ് അവൾ വരുന്നത്.
അപ്പോൾ രാവിലെ തൊട്ട് അവൾ വീടിന് പുറത്തായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ് നോക്കൂ. ദുർഗ വാസ് നൗ എബൌട്ട് 11. അവൾക്ക് 11 വയസ്സാണ് പ്രായം. ഷി വാസ് തിൻ, മെലിഞ്ഞിട്ടാണ് അവൾ. ആൻഡ് ഡാർക്കർ ദാൻ അപ്പു. അപ്പുവിനെ കളറ് സ്കിൻ എന്താ, ഒരു കോംപ്ലക്ഷൻ എന്താ കളറ് ഒന്നുകൂടെ ഡാർക്ക് കളറാണ് അപ്പുവിനെ കളർ. ഇവള് ഗ്ലാസ് ബാംഗിൾസ് ക്ലിങ്ങിങ് ഓൺ ഹെർ ആംസ്. അപ്പോൾ ഗ്ലാസ് വളകൾ, അതായത് കുപ്പി വളകൾ ഇങ്ങനെ ക്ലിങ്കിങ്, ഇങ്ങനെ വളകളുടെ ശബ്ദം ഉണ്ടല്ലോ, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഓൺ ഹെർ ആംസ്, അവളുടെ കൈകളിലുള്ള വളകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എ നൺ ടു ക്ലീൻ സാരി എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ക്ലീൻ അല്ലാത്ത, നോട്ട് സോ ബ്രൈറ്റ്, അതാണ് നോട്ട് സോ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സാരി ഇവളുടെ വേഷമാണ്. ആൻഡ് വിൻ സ്വെപ്റ്റ് ഡ്രൈ ഹെയർ ഫ്ലൈയിങ് എനിവേ. ഇനി ഇവളുടെ മുടി എങ്ങനെയാണ്? വിൻ സ്വെപ്റ്റ്, കാറ്റിൽ ഇങ്ങനെ ആകെ എന്താണ് അലങ്കോലാക്കപ്പെട്ട മുടി, ഒതുക്കി വെച്ച മുടിയല്ല. വിൻഡ് സ്വെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റിലാകെ അലങ്കോലമാക്കപ്പെട്ട മുടി. ഡ്രൈ ഹെയർ ആണ്. ഡ്രൈ എന്ന് പറയുമ്പോൾ അവിടെ എണ്ണൊന്നും മര്യാദക്ക് ഉപയോഗിച്ചിട്ടില്ല. ആ ഡ്രൈ ഹെയർ ഫ്ലൈയിങ് എനിവേ, അതിങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് വാസ് ദുർഗ. അതെ, അത് ദുർഗയാണ്. അതാണല്ലോ അവളുടെ പേര്. ഓൺ ഹെർ ഫൈൻലി ഷേപ്ഡ് ഫേസ്. ഫൈൻലി ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല മുഖഷേപ്പുള്ള ആൾ, അതാണ് ദുർഗ. ദുർഗയെ കാണാൻ നല്ല ഭംഗിയാണ്. ഓൺ ഹെർ ഫൈൻലി ഷേപ്ഡ് ഫേസ് ഹെർ ഐസ് ഷോൺ ലാർജ് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. എന്താണ് ഹെർ ഐസ്? അവളുടെ കണ്ണുകൾ ഷോൺ, തിളങ്ങി, ലാർജ്, വലുതായിട്ട്, ലൈക്ക് ഹെർ ബ്രദേഴ്സ്. അപ്പോൾ രണ്ടുപേരുടെയും, ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കണ്ണുകൾ ഇങ്ങനെ നന്നായിട്ട് തിളങ്ങും. അപ്പോൾ രണ്ടുപേരും നല്ല ഭംഗിയുള്ള ആൾക്കാരാണെന്ന് അർത്ഥം. അപ്പോൾ വാട്ട്സ് ഇറ്റ് ആസ്റ്റ് അപ്പു. അപ്പു ചോദിക്കുക, ഇവളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ദുർഗയുടെ കയ്യിൽ, അതെന്താ എന്നാണ് അപ്പു ചോദിക്കുന്നത്. അപ്പോൾ അപ്പു ഇത് പറഞ്ഞുകൊണ്ട് ജമ്പിങ് ഓഫ് ദ വെരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ വെരാന്തയിൽ നിന്നങ്ങോട്ട് താഴേക്ക് ചാടി. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക്, ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്. ആൻഡ് കമ്മിങ് അപ്പ് ടു ഹെർ, എന്നിട്ട് അവളുടെ നേരെ നടന്നു നീങ്ങി. ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ എന്ന് പറഞ്ഞാൽ ചിരട്ടയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ പകുതിയുണ്ട്, ഹാഫ് കോക്കനട്ട് ഷെല്ലുണ്ട്. ഇൻ ഹെർ ഹാൻഡ്സ്, അവളുടെ കയ്യിലൊരു തേങ്ങയുടെ ചിരട്ടയുണ്ട്. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കോntents. അവൾ ആ ചിരട്ട ഇങ്ങനെ ലോവേർഡ്, താഴേക്ക് താഴ്ത്തി. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കോntents. അതിനുള്ളിലുള്ള കാര്യം കാണിച്ചു കൊടുക്കാൻ എന്ത് ചെയ്തു? അവൾ ആ ചിരട്ട ഇങ്ങനെ താഴ്ത്തി കാണിച്ചു കൊടുത്തു. സ്ലൈസസ് എന്ന് പറഞ്ഞാൽ പീസാക്കിയിട്ടുള്ള ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ, പച്ച മാങ്ങ. അത് എങ്ങനത്തെ മാങ്ങ? ഇളം മാങ്ങ, നമ്മുടെ ചെറിയ മാങ്ങ ഉണ്ടല്ലോ, മൂപ്പെത്താത്ത മാങ്ങ, അതാണ് ടെൻഡർ ഗ്രീൻ മാംഗോ. ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൻഡ്. എങ്ങനത്തെ മാങ്ങയാണ്? സീഡ്, അതിൻ്റെ സീഡ് ഉണ്ടല്ലോ, അതിൻ്റെ കുരു, അതായത് അതിൻ്റെ മാങ്ങയുടെ അണ്ടി. ഈ മാങ്ങയുടെ അണ്ടി ഹാഡ് ഹാർഡൻഡ്, അതായത് ഉറക്കുന്നതിന് മുൻപ്. മാങ്ങയുടെ അണ്ടി എന്താണ്? ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഹാർഡാവൂലേ, അതിന് മുൻപുള്ള മാങ്ങ, അതായത് കണ്ണിമാങ്ങ എന്നൊക്കെ പറയാം. ആ കണ്ണിമാങ്ങ അത്ര ഇളം പ്രായത്തിലുള്ള മാങ്ങയായിരുന്നു അത്. ദെൻ ഇൻ ആൻ അണ്ടർടോൺ, എന്നിട്ട് പതുക്കെ. ഇവിടെ അണ്ടർടോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പതുക്കെ എന്നാ. ഈസ് മാ ബാക്ക് ഫ്രം ദ ഘാറ്റ് യെറ്റ്? അമ്മ തിരികെ വന്നോ എന്നാണ് ഇവൾ ചോദിക്കുന്നത്, ദുർഗ ചോദിക്കുന്നത്. കാരണം അമ്മ അറിയാൻ പാടില്ല. നോ സെഡ് അപ്പു. അപ്പു പറഞ്ഞു ഇല്ല. ഷെയ്ക്കിങ് ഹിസ് ഹെഡ്, ഇല്ല എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. ഷെയ്ക്കിങ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക. ഇനി ദുർഗ പറയാം, ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സോൾട്ട്? നിനക്ക് കുറച്ച്, ഫെച്ച് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, എ ബിറ്റ് അല്പം, ഓഫ് ഓയിൽ അല്പം ഓയിൽ, വെളിച്ചെണ്ണ, ആൻഡ് സം സോൾട്ട് കുറച്ച് ഉപ്പും കൊണ്ടുവരാൻ കഴിയുമോ? ഷീ ആസ്ഡ് ഹിം സീക്രറ്റീവ്ലി, പതുക്കെ പറഞ്ഞു, ആരും കേൾക്കാൻ പാടില്ല. കാരണം ഇവിടെ അച്ചാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മാങ്ങ പുറത്തു പോയി കൊണ്ടുവരണമല്ലോ, അപ്പോൾ പുറത്തു പോയി കാര്യം അറിയും, അപ്പോൾ പ്രശ്നം. അതുകൊണ്ട് സീക്രറ്റീവ്ലി, പതുക്കെ, സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട് പറഞ്ഞത്. ഐ വിൽ പിക്കിൾ ദീസ്, ഞാനതുകൊണ്ട് നിനക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കി തരാം. വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം? ദീദി, എവിടുന്നാണ് നിനക്കിത് കിട്ടിയത്? ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ് അർത്ഥം കേട്ടോ, ഇന്ത്യൻ വേർഡാണ്, ഇന്ത്യൻ വാക്കാണ്. അപ്പു വാസ് ഡിലൈറ്റഡ്, അപ്പോൾ ഭയങ്കര സന്തോഷവാനായി, ഹാപ്പി എന്നാണ് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ദേ വർ ലയിങ് ഓൺ ദ ഗ്രൗണ്ട് ജസ്റ്റ് അണ്ടർ ദ സിന്ദൂർ കുണ്ടോ ട്രീ. അപ്പോൾ
ഇവള് പറയാണ്, ദുർഗ പറയാ, ദേവർ ലൈങ്, ഈ മാങ്ങ താഴെ കിടപ്പുണ്ടായിരുന്നു. ലൈങ് എന്ന് പറഞ്ഞാൽ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഓൺ ദ ഗ്രൗണ്ട്, താഴെ മണ്ണിൽ കിടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അണ്ടർ ദ സിന്ദൂർ കുന്തോ ട്രീ, സിന്ദൂർ കുന്തോ ട്രീയുടെ താഴെയായിട്ട്. ആ ഒരു ട്രീ, ഇതൊക്കെ കുറേ ഒരു നോർത്തേൺ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇതിനെന്താ കുങ്കുമച്ചെടിയോ, അങ്ങനെ പല നാട്ടിലും പല പേരാ തോന്നുന്നു, സിന്ദൂരച്ചെടിയോ, അങ്ങനെയാണ് ഒരു ഉണ്ട, എന്താണ് ചുവന്ന നിറത്തിലുള്ള സിന്ദൂരം പോലെയുള്ള ഭയങ്കര കളർ ഉണ്ടാവുന്ന, അതാണ് നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ ഈ ഒരു ചെടിക്ക് കിട്ടുക, സിന്ദൂർ കുന്തോ ട്രീ. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും ഇതിന്. നൗ ഗെറ്റ്, അപ്പോൾ ഈ മരത്തിന് താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നാണ്. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് സം ഓയിൽ. എന്താണ്, എനിക്ക് കുറച്ച്, നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സോൾട്ട്, പിഞ്ച് ഓഫ് സോൾട്ട് പറഞ്ഞാൽ ഒരു നുള്ളുപ്പ്, ആൻഡ് സം ഓയിൽ, കുറച്ച് ഓയിലും കൊണ്ടുവാ. വിൽ യു, കൊണ്ടുവരില്ലേ എന്ന് ഇവനോട് ചോദിക്കുകയാണ്. ബട്ട് മാ വിൽ ഗിവ് ഇറ്റ് ടു മീ ഇഫ് ഐ ബ്രിങ് ഡൗൺ ദ ഓയിൽ പോട്ട് ഫ്രം ദ ഷെൽഫ്. ഷെൽഫിൽ നിന്നും ഓയിൽ പോട്ട്, എണ്ണക്കുപ്പി ഞാൻ കൊണ്ടുവരുന്നത് കണ്ടാൽ അമ്മ എന്നെ തല്ലും, വഴക്ക് പറയും. റിപ്ലൈഡ് അപ്പു സ്കെയർഡ്, സ്കെയർഡ് എന്ന് പറഞ്ഞാൽ അഫ്രൈഡ്, ഭയപ്പെട്ടുകൊണ്ട് അപ്പു പറഞ്ഞു, റൺ ആൻഡ് ഗെറ്റ് ഇറ്റ്, ഓടിപ്പോ എന്നിട്ട് കൊണ്ടുവാ. ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക്. അമ്മ വരുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കും. ഷീ ഈസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്സ്. അമ്മ ക്ലോത്ത്സ്, അതായത് വസ്ത്രങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടി പോയതാണ്, അലക്കാൻ വേണ്ടി പോയതാണ്. ഹറിയ, പെട്ടെന്നാവട്ടെ. ദ ഷെൽ സെഡ് അപ്പു, അപ്പു പറയാ, ഷെൽ, ഗിവ് മീ ദ ഷെൽ, ആ ഷെൽ, ആ ചിരട്ട എനിക്ക് കൊണ്ടാ. ഐ വിൽ പോർ ഇറ്റ് ഇൻ ടു ദ ഷെൽ, ഞാൻ ആ എണ്ണ ഈ ചിരട്ടയിൽ ഒഴിക്കാം. പോർ, POUR എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നാണ് അർത്ഥം. യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ്പ് എ ലുക്ക് ഔട്ട്. അപ്പോൾ നീ പോയിട്ട് ബാക്ക് ഡോർ അവിടെ പോയിട്ട് നിൽക്ക്, ആൻഡ് കീപ്പ് എ ലുക്ക് ഔട്ട്, എന്നിട്ട് പുറത്തേക്ക് നോക്കുക അമ്മ വരുന്നുണ്ടോ. മൈൻഡ് യു ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. ശ്രദ്ധിക്കണം, മൈൻഡ് യു, സൂക്ഷിക്കുക. ഡോണ്ട് സ്പിൽ, സ്പിൽ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക അല്ലെങ്കിൽ ചിന്തുക, കളയുക. ഡോണ്ട് സ്പിൽ എനി ഓയിൽ, താഴെ ഓയിൽ വീഴാൻ പാടില്ല. ഓൺ ദ ഫ്ലോർ, നിലത്ത്, തറയിൽ. ബെറ്റർ ബി കെയർഫുൾ, കെയർഫുൾ ആയിരിക്കണേ. അതർവൈസ് മാൽ, മാൽ എന്ന് പറഞ്ഞാൽ മാ വിൽ, അത് ഷോർട്ടാക്കിയതാണ് കേട്ടോ. മാൽ നോ ഫോർ ഷുവർ, അല്ലെങ്കിൽ താഴെ എണ്ണ പോയിരിക്കുന്നത് കണ്ടാൽ അമ്മക്ക് മനസ്സിലാവും, ഫോർ ഷുവർ, ഉറപ്പാ. യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്, നീ ഒരു ഫൂളിഷായ ഒരാളാണ്. ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് വിഡ്ഡി, പൊട്ടൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിനാണ്, അത്തരം ആൾക്കാരെ പറയാം. നീ ഒരു പൊട്ടനാണ് എന്ന് ചേച്ചി ബ്രദറിനോട് പറയാണ്. ശരിക്കും ഇവർ തമ്മിലുള്ള ബന്ധം ഭയങ്കര സ്നേഹത്തോടെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നൊന്നും കാര്യമാക്കണ്ട, പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ആ ഒരു സ്നേഹം തന്നെയാണ്, ആ ഒരു ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത്. ബാക്കി നോക്കൂ. വെൻ അപ്പു കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്, അപ്പു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ദുർഗ ടുക്ക് ദ കോക്കനട്ട് ഷെൽ, ആ ചിരട്ട അവളെടുത്തു. ഫ്രം ഹിം, അവനിൽ നിന്ന്. ആൻഡ് എക്സ്പേർട്ട്ലി, നല്ല എക്സ്പേർട്ടായ ആൾക്കാരെ പോലെ, നല്ല പ്രാഗൽഭ്യത്തോടെ, കഴിവോടെ, ഗോട്ട് ദ മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സോൾട്ട്, അതുപോലെ തന്നെ എണ്ണയും ഉപ്പും ഇങ്ങനെ മിക്സ് ചെയ്തു. ഇൻ ടു ദ മാംഗോ സ്ലൈസസ്, ആ കഷ്ണമാക്കി വെച്ച മാംഗോ, അതിൻ്റെ എന്താണ് മാങ്ങ കഷ്ണങ്ങൾ ആകെപ്പാടെ മിക്സ് ചെയ്തു, എണ്ണയും അതുപോലെ തന്നെ ഉപ്പും. ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ്, കൈ നീട്ട്. പുട്ട് ഔട്ട് യുവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ നീട്ട് എന്നാണ് പറഞ്ഞത്. ദീദി, ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്? ഇവിടെ അപ്പുവിന് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, ഏറെക്കുറെ ഒരു പീസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അപ്പു ചോദിക്കുകയാണ്, ചേച്ചി ബാക്കി മുഴുവനും ചേച്ചി ഒറ്റയ്ക്ക് കഴിക്കുമോ? ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി? അപ്പോൾ ദുർഗ അങ്ങോട്ട് ചോദിക്കുക, നമുക്ക് വേണ്ടിയിട്ട് ഒരു ചില്ലി, ഒരു മുളക് സംഘടിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? ഇതിലിപ്പോൾ ഉപ്പും എണ്ണയും മാത്രമല്ലേ ഉള്ളൂ, നിനക്ക് മുളക് സംഘടിപ്പിക്കാൻ കഴിയുമോ? ചില്ലി കൊണ്ടുവരാൻ കഴിയുമോ? ഐ വിൽ ഗിവ് യു എൻ എക്സ്ട്രാ സ്ലൈസ്, ഒരു കഷ്ണം കൂടെ അധികം ഞാൻ നിനക്ക് തരും. ഇഫ് യു ഡു, നീ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മുളക് കൊണ്ടുവന്ന അതിൻ്റെ കൂലിയായിട്ട് ഒരു കഷ്ണം മാങ്ങ കൂടി ഞാൻ നിനക്ക് തരും എന്ന് ചേച്ചി ഇയാനിനോട് പറഞ്ഞു. ബട്ട് ഹൗ ഷാൽ ഐ ഗെറ്റ് ടു ദ ചില്ലീസ് ഡിഡി? ചേച്ചി, പക്ഷേ എനിക്ക് എങ്ങനെ കിട്ടും ചില്ലീസ്, മുളക്? ദേ ആർ റൈറ്റ് അപ്പ് ഓൺ ദ ഷെൽഫ്, അത് ഷെൽഫിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഐ കാൻറ്റ് ഈവൻ റീച്ച് ഇറ്റ്, റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക. എനിക്ക് ആ ഷെൽഫിൻ്റെ മുകളിലേക്ക് എത്തുക പോലുമില്ല. അപ്പോൾ ഇവള് പറയാ, ഡോണ്ട് ബോദർ, അതിനർത്ഥം എന്താ? ഡോണ്ട് വറി, ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ, ഞാൻ കുറച്ചുകൂടെ മാങ്ങ വൈകുന്നേരം കൊണ്ടുവരും. യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്, നിനക്കറിയില്ലേ പോണ്ട് എന്ന് പറഞ്ഞാൽ കുളത്തിനടുത്തുള്ള ആ ഒരു മരം,
ദർ ഇസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബഡിങ് മാംഗോസ്. ചെറിയ ചെറിയ മാങ്ങകൾ, ഉണ്ണിമാങ്ങയാണ് ബഡിങ് മാംഗോസ് അല്ലെങ്കിൽ കണ്ണിമാങ്ങ. അത് ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. ദാറ്റ് വിൽ ഫോൾ ഓഫ് ഇൻ ദ ആഫ്റ്റർനൂൺ സൺ. അത് ഉച്ചക്ക് നല്ല ചൂടുള്ള ആ ഒരു സൂര്യൻ്റെ സമയത്ത് നന്നായിട്ട് വീഴുന്നുണ്ട്, ഫോൾ ഓഫ്. അപ്പോൾ ഞാൻ വീണ്ടും മാങ്ങ കൊണ്ടുവരാം. ദ ബാക്ക് ഡോർ ഓപ്പൺഡ് വിത്ത് എ ഷാർപ്പ് ക്ലാങ്. ഈ സമയത്താണ് അമ്മ വന്നിട്ട് ബാക്ക് ഡോർ അങ്ങോട്ട് തുറന്നത്. ദ ബാക്ക് ഡോർ ഓപ്പൺഡ് വിത്ത് എ ഷാർപ്പ് ക്ലാങ്. ക്ലാങ് ആ ശബ്ദമാണ്, ഡോർ തുറക്കുന്ന ശബ്ദം. അതോടുകൂടി അമ്മ അങ്ങോട്ട് അകത്തേക്ക് വന്നു. ആൻഡ് സർബോജോയ, അമ്മയുടെ പേരാണ്, സർബോജയ വാസ് ഹേർഡ് കോളിങ് ഔട്ട്. അപ്പോൾ സർബോജയുടെ ശബ്ദം അങ്ങോട്ട് കേട്ടു. ദുർഗ, ഓ ദുർഗ. ദുർഗ എന്ന് മുഴുവൻ വിളിക്കുന്നില്ല, ദുർഗ എന്നാണ് വിളിക്കുന്നത് മോളെ. ദാറ്റ്സ് മാ കോളിങ്. അമ്മ വിളിക്കുന്നുണ്ട്. ക്വിക്ക് ഗോ ആൻഡ് സീ വാട്സ്ആപ്പ്. ചെന്ന് നോക്ക് എന്താണ് അവിടെ. ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദർ. പെട്ടെന്ന് തിന്ന് തീർക്ക്. നോ വെയിറ്റ്, യുവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സോൾട്ട്. വേണ്ട, നിൻ്റെ മുഖത്ത് ഉപ്പിൻ്റെ ഉപ്പിൻ്റെ ഗ്രെയിൻ പൊടികളുണ്ട്. ഓൾ ഓവർ യുവർ മൗത്ത്, നിൻ്റെ വായ്ക്ക് ചുറ്റും. വൈപ്പ് ദം അവേ ഫസ്റ്റ്. ആദ്യം അതൊക്കെ ഒന്ന് തുടക്ക് എന്ന് പറയണം. ദുർഗ ഹേർഡ് ഹെർ മദർ കോൾ ഔട്ട് യെറ്റ് അഗെയിൻ. വീണ്ടും ദുർഗ അമ്മ വിളിക്കുന്നത് കേട്ടു. ബട്ട് ദർ വാസ് നോ വേ ഷീ കുഡ് റിപ്ലൈ. പക്ഷേ അവൾക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല, ദുർഗക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഹെർ മൗത്ത് വാസ് ക്വൈറ്റ് ഫുൾ. അവളുടെ വായയിൽ മുഴുവനാണ് എന്താണ്? മാങ്ങയാണ്. ഷീ ബിഗാൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ്, ഫ്യൂരിയസ്ലി, ദേഷ്യത്തോടെ, ഡിവോറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഴുങ്ങി വിടുക. നമ്മൾ വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആക്രാന്തത്തിലൊക്കെ കഴിക്കുന്നതിനെയും ഡിവോർ എന്ന് പറയാം. അങ്ങനെ വെട്ടി വിഴുങ്ങറിയില്ല, അങ്ങനെ പെട്ടെന്ന് വിഴുങ്ങി വിടുകയാണ് മാങ്ങ. കാരണം അമ്മ ഒന്ന് കണ്ടാകെ പ്രശ്നമാണ്. അപ്പോൾ ഫ്യൂരിയസ്ലി, ദേഷ്യത്തോടെ, ഡിവോറിങ് ദ സ്ലൈസസ് ഓഫ് പിക്കിൾഡ് മാംഗോ. എന്താണ്? അച്ചാറിട്ട മാംഗോ എന്താണ്? അവളിങ്ങനെ ഡിവോറിങ്, വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെൻ ഷീ ഫൗണ്ട് ദാറ്റ് ഷീ സ്റ്റിൽ ഹാഡ് മെനി ലെഫ്റ്റ്. അപ്പോൾ എന്താണ്? ഒരുപാട് മാംഗോസ് അവളുടെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് അവൾ വിഴുങ്ങി വിടുക. ഷീ ഹിഡ് ബിഹൈൻഡ് ദ ട്രങ്ക് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് സ്റ്റാർട്ടഡ് ടു ഗോബിൾ അപ്പ് ദ റെസ്റ്റ്. എന്താ സംഭവിച്ചത്? ഒരു പ്ലാവിൻ്റെ ഒരു ട്രങ്ക് ഉണ്ട് അവിടെ. അതിന് പിന്നിലായിട്ട് ഇതിങ്ങനെ വെച്ചു. ഏത്? നമ്മുടെ ഈ മാംഗോ, ഈ പിക്കിള്. എന്നിട്ടോ ആൻഡ് സ്റ്റാർട്ടഡ് ഗോബിൾ അപ്പ് ദ റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഗോബിൾ അപ്പ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ വിഴുങ്ങാൻ തുടങ്ങി. അപ്പു സ്റ്റുഡ് ബിസൈഡ് ഹെർ ഫ്രാൻറ്റിക്കലി സ്വാലോയിങ് ഹിസ് ഷെയർ. അപ്പോൾ ഈ സമയത്ത് അപ്പുവിൻ്റെ കയ്യിലുള്ള മാങ്ങയും അപ്പു പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പു സ്റ്റുഡ് ബിസൈഡ് അരികെ, ഹെർ ഫ്രാൻറ്റിക്കലി, ഭ്രാന്തമായിട്ട്, സ്വാലോയിങ്, വിഴുങ്ങാൻ തുടങ്ങി, ഹിസ് ഷെയർ. അപ്പോൾ അപ്പുവിന് കിട്ടിയ ഷെയർ എന്താ? ഒരു കഷ്ണം മാങ്ങണ്ടല്ലോ, അതിങ്ങനെ അവനെ പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി. ഫോർ ദർ വാസ് നോ ടൈം ടു ച്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ചവക്കാണെന്ന് ഇവിടെ സമയമില്ല. അതുകൊണ്ട് അവിടെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ വിഴുങ്ങുക, സ്വാലോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങാൻ തുടങ്ങി. ആസ് ഹി എയ്റ്റ്, അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹി സ്മൈൽഡ് എ ഗിൽറ്റി സ്മൈൽ അറ്റ് ഹിസ് സിസ്റ്റർ. എന്താണ്? ഒരു ഗിൽറ്റി സ്മൈൽ, തെറ്റ് ചെയ്ത പോലെയുള്ള ഒരു ചിരി, ഒരു വല്ലാത്തൊരു ചിരി ഇങ്ങനെ അവളുടെ മുഖത്ത് നോക്കി ഇവനിങ്ങനെ ചിരിച്ചു. യു ലിറ്റിൽ മങ്കി, നീ ഒരു ചെറിയ കുരകൻ അല്ലേ, നീ ഒരു കുരകൻ. ഷീ സെഡ് ടു ഹെർ ബ്രദർ, അവളുടെ അനിയനോട് അവൾ പറഞ്ഞു. വൈ ഡോണ്ട് യു വൈപ്പ് യുവർ ഫേസ് ക്ലീൻ? എന്തുകൊണ്ടാണ് നീ നിൻ്റെ മുഖം ഒന്ന് തുടക്കാത്തത്? വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കുക. കാരണം മുഖത്ത് എന്തുണ്ട്? ദർ ഈസ് സോൾട്ട് ഓൾ ഓവർ യുവർ ഫേസ് ഈവൻ നൗ. ഇപ്പോൾ പോലും നിൻ്റെ മുഖത്താകെ എന്തുണ്ട്? സോൾട്ട്, ഉപ്പുണ്ടെന്ന് തുടക്ക്. ദെൻ പുട്ടിങ് ഓൺ എ മോസ്റ്റ് ഇന്നസെൻറ്റ് എക്സ്പ്രഷൻ. എന്നിട്ടോ പുട്ടിങ് ഓൺ, ഇപ്പോൾ മുഖത്ത് അവളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. പുട്ടിങ് ഓൺ എ മോസ്റ്റ് ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റൊന്നും ചെയ്യാത്ത നല്ല എന്താണ് നിഷ്കളങ്കമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ മുഖത്തിട്ടുകൊണ്ട് ഷീ എൻറ്റേർഡ് ദ ഹൗസ്. ഒന്നും അറിയാത്ത പോലെ ഇവളെന്താണ്, ഈ ചേച്ചി ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി. വാട്ട് ഈസ് ഇറ്റ് മാ ഷീ ആസ്ഡ്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്താണ് ഇവളിങ്ങനെ ചോദിക്കുകയാണ്. ഇതെന്താ അമ്മ? ദുർഗ ചോദിക്കുക. ആൻഡ് വേർ ഹാഡ് യു ഗോൺ വാണ്ടറിങ്? അപ്പോൾ എവിടെയായിരുന്നു നീ പോയിട്ടുണ്ടായിരുന്നത്? വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരികെയായിരുന്നോ എന്നാണ് അമ്മ ഇവളോട് ചോദിക്കുന്നത്. മേ ഐ നോ, ഞാൻ അറിയട്ടെ? ആസ്റ്റ് സർബോജയ, അമ്മ ചോദിച്ചു. ആൻഡ് വേഴ്സ് ദ മങ്കി ഗോൺ? അപ്പോൾ ഇവ ചെറിയ കുട്ടിയാണ്, ഈ മകനെയാണ്, അപ്പുവിനെയാണ് മങ്കി എന്ന് വിളിക്കുന്നത്. ആ മങ്കി എവിടെ പോയി? ഐ എം ഹംഗ്രി മാ അനൗൺസ്ഡ് അപ്പു വന്നിട്ട് പറഞ്ഞു, ഓ എനിക്ക് വിശക്കുന്നു. അപ്പിയറിങ് സഡൻലി, പെട്ടെന്ന് തന്നെ അപ്പു വന്നു. നൗ ഹോൾഡ് ഓൺ, വെയിറ്റ്,
വെയിറ്റ് എന്ന് അമ്മ പറഞ്ഞു. ലെറ്റ് മീ ടേക്ക് എ ബ്രെത്ത്, ഞാനൊന്ന് ശ്വാസം എടുക്കട്ടെ. ഓ ദുർഗ, ഗോ ആൻഡ് ചെക്ക് ഓൺ ദ കാഫ്, വിൽ യു, ഇറ്റ്സ് ബീൻ ലോയിങ് അവേ. അപ്പോൾ ഈ മകളോട്, ദുർഗയോട് അമ്മ പറയാ, ഗോ ആൻഡ് ചെക്ക് ഓൺ ദ കാഫ്, പശുക്കിടാവ് എവിടെയൊക്കെ ഉണ്ടാവും ഒന്ന് പോയി നോക്ക്. കാഫ് എന്ന് പറഞ്ഞാൽ പശുക്കിടാവ്. വിൽ യു, ചെയ്യില്ലേ. ഇറ്റ്സ് ബീൻ ലോയിങ് അവേ, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് എവിടേക്കോ പോകുന്നുണ്ട്, പോയി നോക്ക്. ഈ ലോയിങ് എന്ന് പറഞ്ഞാൽ ഈ പശുക്കളുടെ ശബ്ദമാണ്. എ ലിറ്റിൽ ലേറ്റർ, അല്പസമയത്തിന് ശേഷം, വെൻ ഷീ സാറ്റ് ഡൗൺ ഇൻ ദ വെരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദ കിച്ചൺ ടു കട്ട് അപ്പ് എ ക്യുഗംബർ ഫോർ ചിൽഡ്രൻ, അപ്പു ഫ്ലോപ്പ് ഡൗൺ നെക്സ്റ്റ് ടു ഹർ. എന്താ സംഭവിച്ചത്? എ ലിറ്റിൽ ലേറ്റർ, അല്പസമയത്തിന് ശേഷം, വെൻ ഷീ സാറ്റ് ഡൗൺ, അമ്മ അവിടെ ഇരുന്നു, ഇൻ ദ വെരാന്തയിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ കിച്ചൺ, കിച്ചന് മുമ്പിലായിട്ട്. എന്തിനാ? ടു കട്ട് അപ്പ് എ ക്യുഗംബർ ഫോർ ചിൽഡ്രൻ, ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊരു വെള്ളരിക്ക ഉണ്ട്, അതിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പു ഫ്ലോപ്ഡ് ഡൗൺ നെക്സ്റ്റ് ടു ഹർ. അപ്പോൾ അപ്പു എന്താണ്, അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നു. അപ്പോൾ കക്കരിക്ക വെള്ളരിക്ക അത് ഏതെങ്കിലും ഒന്നാവാം. അപ്പോൾ അടുത്ത് തന്നെ ഇരുന്നു. ഫ്ലോപ്ഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇരുന്നു എന്നാണ്, അങ്ങനെ ചാടി ഇങ്ങോട്ട് ഇരുന്നു. മാ, ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദ ക്യൂക്കംബർ. അപ്പോൾ അപ്പു പറയാ, ക്യൂക്കംബറിൽ നിന്ന് ആ വൈറ്റ് സ്റ്റഫ്, ആ വെള്ള സാധനം കുറച്ചും കൂടെ ഒഴിവാക്ക്. ഡു ടേക്ക് സം മോർ ഔട്ട് ഓഫ് ദ ക്യൂക്കംബർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ്, വൈറ്റ് സ്റ്റഫ് എന്ത് ചെയ്യണം, ക്യൂക്കംബറിൽ കൂടുതൽ ഒഴിവാക്കി. ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത്, അതെൻ്റെ വായിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. സ്റ്റിക്ക്, അത് കഴിക്കുന്ന സമയത്തെ ക്യൂക്കംബറിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് സ്റ്റഫ് എൻ്റെ വായിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക, സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ ഒഴിവാക്കുക എന്നാണ് അമ്മയോട് അവന് പറഞ്ഞത്. ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാം ടു ഗെറ്റ് ഹെർ ഷെയർ. അപ്പോൾ ദുർഗ എന്ത് ചെയ്തു? സ്പ്രെഡ് ഔട്ട്, ഇങ്ങനെ കൈ തുറന്നു. എന്ത്? ഹെർ പാം. പാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈൻ്റെ ഉള്ളം കൈ ഇങ്ങനെ തുറന്നു. ടു ഗെറ്റ് ഹെർ ഷെയർ, അവളുടെ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റൻ്റ്ലി, അല്പം മടിച്ചിട്ട്, ഹെസിറ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ അല്പം മടിച്ചുകൊണ്ട് ചോദിച്ചു, ഈസ് ഇൻ ദർ എനി മോർ ഓഫ് ദ റൈസ് ഫ്രൈ മാ? ഇനി അവിടെ കുറച്ചുകൂടെ റൈസ് ഫ്രൈ ഉണ്ടാവുമോ? ഫ്രൈ ചെയ്ത് വെച്ച റൈസ് ഉണ്ടായിരിക്കാം ഒരു പക്ഷേ, ഫ്രൈഡ് റൈസ് ആവില്ല കേട്ടോ, അത് ഓർക്കുക. ഇപ്പോൾ അരി എന്തെങ്കിലും പൊരിച്ച് വെച്ചതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചുകൂടെ റൈസ് ഫ്രൈ ഉണ്ടാവുമോ അമ്മ എന്ന് അവൾ ചോദിക്കുക. ഓ, ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇല്ലല്ല, അത് അസംഭവ്യം, നടക്കില്ല, അത് ഇമ്പോസിബിളാ. ഓൾ ദോസ് ടാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്. ഈ സമയത്ത് നമ്മുടെ അപ്പുവിൻ്റെ വായിൽ നിന്ന് അറിയാതെ ഒരു സെൻറ്റൻസ് അങ്ങോട്ട് വീഴുകയാണ്. എന്താണ് പറഞ്ഞത്? ടാർട്ട് മാംഗോസ് എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ള മാങ്ങകൾ. ദോസ് ടാർട്ട് മാംഗോസ്, ആ പുളിപ്പുള്ള മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്. സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പ്രഷനാണ്, അതൊരു ഇഡിയമാണ്. അത് എന്താണ്? എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും ഇനി കഴിക്കാൻ കഴിയില്ല എന്നാണ് ഇവൻ ഉദ്ദേശിച്ചത്, അപ്പു. കാരണം അപ്പു മാങ്ങ കഴിച്ചിട്ട് എന്താണ്, വായൊക്കെ ആകെ പുളിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് കഴിച്ചിട്ട് എന്താണ്, ആകെ ഇറിറ്റേഷൻ വരുന്നു എന്നാണ് ഇവൻ പറഞ്ഞത്. ബിഗാൻ അപ്പു പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഹി സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി. അതൊരു പറഞ്ഞ ഉടനെ അവൻ പെട്ടെന്ന് അങ്ങോട്ട്, അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തി പറഞ്ഞത്. കാരണം അറിയാതെ വായിൽ നിന്ന് ആ മാങ്ങയുടെ കാര്യം വന്നല്ലോ. വെൻ ഹി സോ ദുർഗ ഫ്രൗണിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറിച്ച് നോക്കുക, പുരികൊക്കെ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന്, അതാണ് ഫ്രൗണിങ് എന്ന് പറഞ്ഞാൽ, രണ്ട് പുരികും അടുത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ തുറിച്ച് നോക്കുക. ആൻഡ് വിങ്കിങ് അറ്റ് ഹിം, കണ്ണടച്ചിങ്ങനെ പറയല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇല്ലല്ല പറയല്ലേ. അപ്പോൾ ഇവൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയി. വേർ ഡിഡ് യു ഗെറ്റ് മാംഗോസ് ഫ്രം ആസ്ക്ഡ് ഹിസ് മദർ. അപ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചു, എവിടുന്നാണ് മാംഗോസ് നിനക്ക് കിട്ടിയത്? അപ്പനോട് ചോദിക്കുക. അപ്പു വാസ് അഫ്രൈഡ് ടു ടെൽ ദ ട്രൂത്ത്. സത്യം പറയാൻ അപ്പു ആകെ ഭയപ്പെട്ടു. ഹി ലുക്ക്ഡ് ക്വസ്റ്റ്യനിങ്ലി അറ്റ് ഹിസ് സിസ്റ്റർ വണ്ടറിങ് വാട്ട് ടു റിപ്ലൈ. അപ്പോൾ അപ്പു എന്ത് ചെയ്തു? ലുക്ക്ഡ് ക്വസ്റ്റ്യനിങ്ലി, ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ നോക്കി. അപ്പു നേരെ സിസ്റ്റർ നോക്കി, എന്ത് പറയൂ നീ? സിസ്റ്റർ ഒന്നുകൂടെ മൂത്തതല്ലേ, അപ്പോൾ അവളെന്തെങ്കിലും വഴി കാണുമായിരിക്കും. അറ്റ് യു സിസ്റ്റർ വണ്ടറിങ് വാട്ട് ടു സേ, എന്ത് പറയണം, എന്ത് റിപ്ലൈ ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട്. സർബോജിയ ടേൺഡ് ടു ഹെർ ഡോട്ടർ. അപ്പോൾ അമ്മ മകളുടെ നേരെ നോക്കി. ആൻഡ് ഡിമാൻഡഡ്, എന്നിട്ട് ചോദിച്ചു, സോ യു ഗോൺ ഔട്ട് അഗെയിൻ, നീ വീണ്ടും പുറത്തേക്ക് പോയോ എന്ന് അമ്മ മകളോട് ചോദിക്കുകയാണ്. ദുർഗ പെയിൽഡ്, ദുർഗ ആകെ വിളറി വെളുത്തു. പെയിൽഡ് എന്ന് പറഞ്ഞാൽ വിളറി വെളുത്തു. ആസ്ക് ഹിം, ഐ വാസ് ജസ്റ്റ് ബൈ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞാൻ ഇതാ ഇവനോട് ചോദിച്ചോ, അപ്പനോട് ചൂണ്ടിയിട്ട് പറയാം, ഇതാ ഇവനോട് ചോദിച്ചു, ഞാൻ ഈ പ്ലാവിനടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾ, നിങ്ങളെന്നല്ല അമ്മ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ അവിടെ അങ്ങനെ കിടന്നുരുളാണ്, കൃത്യമായിട്ട് പറയാതെ.
Fortunately, the conversation was cut short by the entry of the milk woman Shono. ആ സമയത്ത് ഫോർച്ചുനേറ്റ്ലി ഭാഗ്യം കൊണ്ട് ആ കോൺവെർസേഷൻ എന്തായി കട്ട് ഷോർട്ട് അത് മുറിഞ്ഞുപോയി ബൈ ദ എൻട്രി എന്ന് പറഞ്ഞാൽ ആഗമനം വരവ് ഓഫ് ദ മിൽക്ക് വുമൻ പാൽക്കാരി പെണ്ണാണ് ഷോർണോ കേട്ടോ. അപ്പോൾ പശുവിനെ കറക്കാൻ ഷോർൺ എന്ന് പറഞ്ഞ ആ ഒരു പാൽക്കാരി പെണ്ണവിടെ പോകുന്നു. ആ സമയത്ത് ഈ കോൺവെർസേഷൻ മുറിഞ്ഞുപോയി ഭാഗ്യം കൊണ്ട്. ഷീ ഹാഡ് കം ടു മിൽക്ക് ദെയർ കൗ, അവരുടെ കൗ ഈ പശുവിനെ കറക്കാനാണ് അവൾ വന്നത്. ടു മിൽക്ക് എന്ന് പറഞ്ഞാൽ പശുവിനെ കറക്കാൻ എന്നാണ് കേട്ടോ. ഗോ ക്യാച്ച് ദ കഫ്, പോയിട്ട് ആ കിടാവിനെ പിടിക്കുമെന്ന് പറയാണ്. സെഡ് സർബോജ ടു ഹെർ ഡോട്ടർ. അപ്പോൾ മകളോട് ദുർഗയോട് സർബോജ പോയിട്ട് എന്താണ് ഈ പശു കിടാവിനെ പോയി പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധ മാറി ഈ മാങ്ങയുടെ കാര്യത്തിൽ നിന്ന് നേരെ പശുവിലേക്കായി അമ്മയുടെ ശ്രദ്ധ. അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദ കൗ ബീങ് മിൽക്ഡ്. അപ്പോൾ അപ്പു എന്താണ് സിസ്റ്ററിൻ്റെ പിന്നാലെ പോയി എന്തിന് ഈ പശുവിനെ കറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദ ഔട്ടർ കോർട്ട് യാർഡ്. അങ്ങനെ മുറ്റത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. പുറത്ത് നല്ലൊരു അടി വെച്ച് കൊടുത്തു. സ്മാർട്ട് ബ്ലോ, നല്ലൊരു അടി അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ദുർഗ ദേശത്തോടെ പറയാം, യു റെച്ച്, വിഡ്ഡി, മങ്കി. ഷീ മെയ്ഡ് ഫേസസ് അറ്റ് ഹിം. എന്താണ് മെയ്ഡ് ഫേസസ് എന്ന് പറഞ്ഞാൽ ഗോഷ്ടി കാണിക്കുക, കൊഞ്ഞനം കുത്തൂലേ ചെറിയ കുട്ടികൾ, അതാണ് കൊഞ്ഞനം കുത്തി എന്നാണ്. മെയ്ഡ് ഫേസസ് അറ്റ് ഹിം. അപ്പോൾ ഇവള് അവനെ നോക്കി കൊഞ്ഞനം കുത്തി. എന്താ കാരണം ഇവൻ്റെ വായിന്നാണല്ലോ ഇത് അറിയാതെ വീണത്, അതുകൊണ്ട്. ആൻഡ് മിമിക്ഡ് ഹിം, എന്നിട്ട് അവനെ അനുകരിച്ചു. എങ്ങനെ? ഓൾ ദോസ് സ്റ്റാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്. ആ ഒരു ഡയലോഗാണല്ലോ അവൻ്റെ വായിന്ന് വന്ന ആ ഒരു അട്രൻസ്. അപ്പോൾ അതിങ്ങനെ ഓൾ ദോസ് സ്റ്റാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ് ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു. ഇവൻ്റെ അതേ സ്വരത്തിൽ അവൾ പറഞ്ഞു. ഡംബോ എന്ന് പറഞ്ഞാൽ വിഡ്ഢി തന്നെയാണ് അർത്ഥം. നോ ബ്രെയിൻസ് അറ്റ് ഓൾ, ഒരു അന്തമില്ല അല്ലേ, അങ്ങനെ പറയാറില്ല നമ്മൾ, തലച്ചോറില്ല, അന്തല്ല, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പോയി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഥ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് കാര്യം? മാങ്ങ പുറത്ത് പോയിട്ട് മാങ്ങ താഴെ വീണ് കിടക്കുന്ന മാങ്ങ പറിച്ചു കൊണ്ടുവന്നു. ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് ഇവർ ടെൻഷൻ അടിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ്? ദ ബോണ്ട് ഓഫ് ലവ് ബിറ്റ്വീൻ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു തീമായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.